ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഷാജി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നതിനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ്. വൈദ്യുതി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ വൈദ്യുതി ബിൽ ചിലപ്പോഴൊക്കെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടാവും. വളരെ ശ്രദ്ധയോടെ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഭീമമായ വൈദ്യുതി ബില്ലിൽ നിന്നും നമുക്ക് മോചനം നേടാൻ കഴിയും. ഇനി എങ്ങനെയാണ് ശ്രദ്ധയോടെ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ മീറ്ററിലെ ഒരു യൂണിറ്റ് വൈദ്യുതി എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 15 വാട്ട്സിൻ്റെ ഒരു CFL ഉണ്ട്. എന്താണ് ഈ 15 വാട്ട്സ്? ആ CFL പ്രവർത്തിക്കുന്നതിനാവശ്യമായ വൈദ്യുതിയുടെ അളവാണ് 15 വാട്ട്സ്. അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരു ഫാൻ 60 വാട്ട്സ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ഉപകരണങ്ങൾ ചേർന്ന് 1000 വാട്ട്സ് ആകുമ്പോൾ ആ 1000 വാട്ട്സിന് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോഴാണ് ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മുടെ മീറ്റർ റീഡ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒരേ സമയം 500 വാട്ട്സ് മാത്രമാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മാത്രമേ ഒരു യൂണിറ്റ് വൈദ്യുതി റീഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കാവശ്യമില്ലാതെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളും ഫാനുകളും പരമാവധി ഓഫ് ചെയ്തിടുക. നമ്മുടെ വീട്ടിൽ ബൾബുകളും CFL ട്യൂബുകളും ട്യൂബ് ലൈറ്റുകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി LED ട്യൂബുകളും LED ബൾബുകളും ആക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒരു ട്യൂബ് ലൈറ്റ് 40 വാട്ട്സ് വൈദ്യുതി ചിലവാക്കുമ്പോൾ അത്രയും പ്രകാശം ലഭിക്കുന്ന ഒരു LED ബൾബ് കേവലം 9 വാട്ട്സ് വൈദ്യുതി മാത്രമേ ചിലവാക്കുന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി പറയാനുള്ളത് ഫ്രിഡ്ജിനെ കുറിച്ചാണ്. നമ്മുടെ ഫ്രിഡ്ജിനുള്ളിലെ തെർമോസ്റ്റാറ്റ് സ്വിച്ച് ശ്രദ്ധിക്കുക. ഇത് ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ നമ്പർ 3 സെറ്റ് ചെയ്യുക. മീഡിയം സാധാരണ താപനിലയുള്ള പ്രദേശങ്ങളിൽ നമ്പർ 2 സെറ്റ് ചെയ്യുക. കൂടാതെ ഫ്രിഡ്ജ് പരമാവധി തുറന്നിടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ എയർ കണ്ടീഷണറിൻ്റെ തെർമോസ്റ്റാറ്റ് 26 ഡിഗ്രി സെറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ AC, TV മുതലായ ഉപകരണങ്ങൾ റിമോട്ട് ഉപയോഗിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അത്യാവശ്യമായും പവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജർ സോക്കറ്റിൽ നിന്നും ഊരി മാറ്റുക. അടുത്തതായി പറയുവാനുള്ളത് വീട്ടിലെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിനെ കുറിച്ചാണ്. ഈ മോട്ടർ നല്ല രീതിയിൽ വൈദ്യുതി ചിലവാക്കുന്ന ഒരു ഉപകരണമാണ്. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ടാങ്ക് നിറഞ്ഞതിന് ശേഷം മാത്രമേ മോട്ടർ ഓഫ് ചെയ്യുവാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിർത്തുകയും ഓണാക്കുകയും ചെയ്യുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെയാണ് വെള്ളത്തിൻ്റെ ഉപയോഗവും. അനാവശ്യമായി വെള്ളം തുറന്നു കളയുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. അത് പൂർണ്ണമായും ഒഴിവാക്കുക. ഇങ്ങനെയുള്ള നിസ്സാരമായ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ വൈദ്യുതി ചാർജ് നന്നായി കുറയ്ക്കുവാൻ നമുക്ക് കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.